കൃഷ്ണ ഗുരുവായൂരപ്പ ശംഭോ മഹാദേവ. ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെ പറ്റിയും അവിടുത്തെ തുറക്കാത്ത വാതിലിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുമാണ്. മേൽശാന്തിയുമായി സംവദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് അദ്ദേഹം കുറച്ച് വിവരങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ശരിക്കും വൈക്കം മഹാദേവ ക്ഷേത്രം ഒരുപാട് കാലത്തെ പഴക്കമുള്ള ക്ഷേത്രമാണ്. അത് ഖരൻ 3 വിഗ്രഹങ്ങൾ, അതായത് പരമശിവനെ പ്രാർത്ഥിച്ചപ്പോൾ 3 വിഗ്രഹങ്ങൾ കൊടുക്കുകയും ഒരു വിഗ്രഹം വലത്തെ കൈയിലും ഒരു വിഗ്രഹം കഴുത്തിലും ഒരു വിഗ്രഹം ഇടത്തെ കൈയിലും അങ്ങനെ കൊടുത്തു. അങ്ങനെ വരുന്ന സമയത്ത് ആകാശമാർഗ്ഗെ സഞ്ചരിക്കുമ്പോൾ ക്ഷീണം തോന്നിയപ്പോൾ ഇവിടെ വൈക്കത്ത് വന്നിട്ട് അവിടെ വിശ്രമിക്കാനിരുന്നു. അവിടെ ഇരുന്നപ്പോൾ പിന്നെ ഇത് എടുത്തപ്പോൾ കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നെ ആശ്രയിക്കുന്ന ഭൂലോകവാസികൾക്ക് വരദായ പ്രധാനായി മോക്ഷത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ പിന്നെ ഒന്ന് കടുത്തിരുത്തിൽ, അത് കഴുത്തിൽ കെട്ടിയത് കടുത്തിരുത്തിയിലേക്കായി. ബാക്കി ഉള്ളതൊന്ന് ഏറ്റുമാനൂർ. ഈ 3 സ്ഥലത്തും ഒരേ സമയം ദർശനം നടത്തിയാൽ, ഒരേ ദിവസം ദർശനം നടത്തിയാൽ കൈലാസ ദർശനം നടത്തിയതിൻ്റെ ഇതുണ്ടാവുമെന്നാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ അവിടെ ഖരൻ ഏൽപ്പിച്ചു പോയ ശിവലിംഗത്തെ ഭക്തി കൊണ്ട്, അതായത് വ്യാഘ്രപാദ മഹർഷിയാണ് അവിടെ വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി ദിവസമാണ് അവിടെ അദ്ദേഹത്തിന് വ്യാഘ്രപാദ മഹർഷിക്ക് പരമശിവൻ ദർശനം നൽകി. അങ്ങനെയാണ് അവിടെ ആ ഒരു ഇത് പ്രതിഷ്ഠ ഉണ്ടായതൊക്കെ. പിന്നെ ആകാശമാർഗം നമ്മളെ അതായത് പരശുരാമൻ നടന്നു, അതായത് പരശുരാമൻ വരുന്ന സമയത്ത് നല്ല തേജസ്സുള്ളൊരു സ്ഥലം കാണുകയും ആ കാണുന്ന സമയത്ത് ഇവിടുത്തെ ഇത് പൂജ, അതായത് ഈ വിഗ്രഹം കാണുകയും അത് അവിടെ അതായത് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കാര്യമായിട്ടുള്ള ആ ഒരു ചെറിയ ഐതിഹ്യം ഉള്ളത്. അപ്പോൾ എന്തായാലും അവിടുത്തെ പൂജകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ക്ഷേത്രത്തിലെ നിത്യപൂജകൾ രാവിലെ 3:30 പള്ളി ഉണർത്തും. 4 മണിക്ക് നട തുറപ്പ്, നിർമ്മാല്യ ദർശനം, എതിരേറ്റ് പൂജ, ഉഷപൂജ. 6:30 എതിരേറ്റ് ശ്രീബലി, 7:30 പന്തീരടി പൂജ, 9 നവകം പൂജ, 10 ഉച്ചപൂജ ആരംഭം, വിശേഷ അഭിഷേകങ്ങളും പഞ്ചഗവ്യവും നവകവും, 11:30 ഉച്ച ശ്രീബലി, വൈകിട്ട് 5 മണിക്ക് നടതുറപ്പ്, 6:30 ദീപാരാധന, 7 അത്താഴ പൂജ, 8 അത്താഴ ശ്രീബലി. ഇത്രയാണ് അവിടുത്തെ വഴിപാടുകളൊക്കെ ഉള്ളത്. അത് വളരെ നല്ല ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കുറേ ആൾക്കാർക്കൊക്കെ അറിയുമായിരിക്കാം. എന്തായാലും ബാക്കിയുള്ള ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തുറക്കാത്ത വാതിൽ, അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. വൈക്കം ക്ഷേത്രം പണ്ട് 108 ഊരായ്മ കുടുംബങ്ങളുടെ ഉടമസ്ഥയിലായിരുന്നു. ആ ഊരായ്മക്കാർ തമ്മിൽ തല്ലിപ്പിരിഞ്ഞ് 2 സെക്ഷനായിട്ട്, ഒരു വിഭാഗം അന്നത്തെ നാട്ടരജൻ്റെ പക്ഷത്തിലും മറ്റൊരു വിഭാഗം സാധാരണ ഇതിലും, അങ്ങനെ ആയിട്ട് ഒരു ടീം ഉച്ചപൂജയ്ക്കുള്ള എന്താ പറയുക, എല്ലാ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചു വൈക്കത്തപ്പന്. അങ്ങനെ ആ വൈക്കത്തപ്പന് റെഡിയാക്കി വെച്ചപ്പോൾ വേറൊരു പ്രമുഖനായ ഞള്ളൽ നമ്പൂതിരി എന്ന് പറയേണ്ട ഉള്ള ആൾ, എതിർ വിഭാഗത്തെ ആൾ, പടിഞ്ഞാറ നടയിൽ കൂടെ വന്നിട്ട് ഇതിലൊക്കെ മുറുക്കി തുപ്പി. അങ്ങനെ തുപ്പിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ പടിഞ്ഞാറ നട അങ്ങോട്ട് കിടക്കുന്ന സമയത്ത് വലിയൊരു നല്ല സർപ്പം അദ്ദേഹത്തെ ദംശിക്കുകയും അപ്പം തന്നെ പടഞ്ഞ് വീണ് മരിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഈ വാതിൽ ഇനി തുറക്കാൻ പാടില്ല, ഇനി മേലിൽ ഈ നട തുറക്കരുത് എന്ന് ശ്രീകോവിലിൽ നിന്ന് ഒരു അശരീരി ഉണ്ടായി. പിന്നീട് പടിഞ്ഞാറ് ചുറ്റമ്പലത്തിൻ്റെ വാതിൽ എടുത്തു കളഞ്ഞ് ചുമർ കെട്ടി അടച്ചുവെങ്കിലും പടിഞ്ഞാറ് ഭാഗത്ത് മതിൽക്കകത്തോട് ചേർന്നുള്ള വിളക്കുമാടത്തിലുള്ള 2ാമത്തെ വാതിൽ ഇന്നും ഒരു സ്മാരകം പോലെ തുറക്കാത്ത വാതിലായിട്ട് നിലകൊള്ളുന്നുണ്ട് എന്നാണ്. പിന്നെ പ്രധാനപ്പെട്ട
ഉത്സവങ്ങളായി വൈക്കത്തഷ്ടമി തന്നെയാണ് കേട്ടോ. ആ വൈക്കത്തഷ്ടമി വളരെ പ്രധാനമാണ്. ഇനിയിപ്പോൾ അതുകൂടാതെ 16 കൊല്ലത്തിലൊരിക്കൽ ഉണ്ടാവുന്ന ഒരു ഭഗവതിയുടെ ഒരു ഇതും കൂടിയും വരുന്നുണ്ട്. അത് അടുത്ത കൊല്ലം 2025 ഉള്ളത്. ഈ വൈക്കത്തഷ്ടമിയുടെ കാര്യം തന്നെ വൈക്കക്ഷേത്രത്തിലെ ആട്ടവിശേഷമായിട്ട് വരുന്ന അടിയന്തരങ്ങളുടെയും ഒക്കെയാണ് ഈ ഇത് പ്രത്യേക ചടങ്ങാണ് കേട്ടോ. കോപ്പ കുത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വ്യാഘ്രപാദ മഹർഷിക്ക് ദിവ്യദർശനം നൽകിയ വൃശ്യമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമിയാണ് വൈക്കക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. 12 ദിവസം അഷ്ടമിയാകത്തക്ക വെള്ളം കൊടി കയറി വിപുലമായ പരിപാടികളോടുകൂടിയാണ് തിരുവുത്സവം കൊണ്ടാടുന്നത്. ശുഭമുഹൂർത്തം കുറിച്ച് രാവിലെയാണ് വൈക്കം ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടക്കുന്നത്. അന്ന് തൊട്ട് 12 വരെ ആ ഉദയനാപുരം ക്ഷേത്രത്തിലും ഉത്സവത്തിന് കൊടികയറാൻ വേണ്ടി കൊടിക്കയർ കൊണ്ട് വന്ന് നടയ്ക്കൽ വയ്ക്കാനുള്ള അവകാശം ഉന്റാശ്ശേരി എന്ന പേരിൽ അറിയപ്പെടുന്ന ധീവര കുടുംബത്തിനാണ്. അത് വളരെ നല്ലതാണ്. വളരെ എന്താ പറയുക, ഉദയനാപുരത്തിൻ്റെ യാത്രയപ്പൊക്കെ ഉണ്ട്. അവർ തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല. പിന്നെ കുംഭത്തിൽ അഷ്ടമിയുണ്ട്. പക്ഷേ അഷ്ടമിക്ക് തന്നെയാണ് കാര്യമായിട്ടുള്ള പ്രാധാന്യം കേട്ടോ. എന്തായാലും മഹാദേവൻ്റെ ഒരുപാട് കാര്യങ്ങൾ, വലിയ ക്ഷേത്രമാണ്. ഏകദേശം 8 ഏക്കറോളം ഉണ്ടത്രേ. പിന്നെ നിത്യപൂജ ഒക്കെയുള്ള സമയത്ത് സരസ്വതിയാമത്തിൽ പള്ളി ഉയർത്തിയിട്ട് നട തുറക്കുന്നതോടുകൂടി ക്ഷേത്രത്തിൽ ഒരു ദിവസം ആരംഭിക്കുന്നു എന്നാണ്. നിർമ്മാല്യ ദർശനം അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ തന്ത്രിമാരും ശാന്തിക്കാരും ഒക്കെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വൈക്കം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയിലൊന്ന് ഇവിടുത്തെ തന്ത്രം 2 ഇല്ലക്കാർക്കാണ്. വളരെ പണ്ട് ഈ ക്ഷേത്രത്തിലെ തന്ത്രം മോനോട്ട് ഇല്ലത്തേക്കായിരുന്നു. ഉദ്ദേശം 500-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ അതിഭയങ്കര അഗ്നിബാധയുണ്ടായപ്പോൾ ബിംബം രക്ഷിക്കുന്നതിനായി തന്ത്രി മോനോട്ട് നമ്പൂരി ശ്രീകോവിൽ കയറി വലിയ ചെമ്പ് പാത്രം അണ്ടാവ് കൊണ്ട് ബിംബം മൂടി അതിൽ കെട്ടിപ്പിടിച്ച് വരുണമന്ത്രം ജപിച്ച് ദിവസങ്ങളോളം ഇരുന്നു. തീ ഒട്ടൊന്ന് കെട്ടടങ്ങിയപ്പോൾ അകത്തു ചെന്ന് നോക്കിയ ആൾക്കാർ തന്ത്രി നമ്പൂതിരി ബോധരഹിതനായി കിടക്കുന്നത് കാണുകയും പുറത്ത് എടുത്തുകൊണ്ടുവന്ന് പല പ്രകാരം ശുശ്രൂഷാദികൾ ചെയ്തപ്പോൾ ബോധം വീണ്ടും കെട്ടിയ അദ്ദേഹം നടക്കൽ ചെന്ന് മണിയടിച്ച് ഇത്രയും കഠിനങ്ങളായ പരീക്ഷണങ്ങളെ നേരിടാൻ ഒരുപക്ഷെ തൻ്റെ കുടുംബത്തിലുള്ളവർ ഇനി വരുംകാലങ്ങളിൽ തുനിഞ്ഞു എന്ന് വരില്ല എന്നതിനാൽ തന്ത്രം വെച്ചൊഴിയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തൊഴുതു പ്രാർത്ഥിച്ചപ്പോഴാണ് തന്നെ വിശ്വസിച്ച് സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കാൻ താൻ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നിട്ടുകൂടി തന്ത്രി നമ്പൂതിരി ഈ വിധം പ്രാർത്ഥിച്ചതിൽ വൈക്കത്തപ്പൻ അതൃപ്തി തോന്നി. അതിൻ്റെ അത് പ്രത്യാഘാതം പഴയ മോനാട്ടുമന അന്യം നിന്നുപോയി എന്നൊക്കെയാണ് പറയുന്നത്. അനന്തരം തന്ത്രം മേക്കാട്ടില്ലത്തേക്കും കിട്ടി. അങ്ങനെയാണ് മേക്കാത്തില്ലത്ത് കൂടി തന്ത്രം കിട്ടിയത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് എന്ന് പറഞ്ഞാൽ അന്നദാന പ്രഭുവാണ് വൈക്കത്തപ്പൻ. വൈക്കത്തപ്പൻ്റെ ഏറ്റവും പ്രധാന വഴിപാട് ആശ്ചര്യകരമായ പ്രാതലാണ്. അതിന് അരിയളവൊക്കെ ഉണ്ട് കേട്ടോ. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ അന്നദാനമാണ് പ്രാതൽ. വാതിൽ മാടങ്ങളിലും തിരുമുറ്റം, മണ്ഡപം, ചുറ്റമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിലും ഇല വെച്ച് ബ്രാഹ്മണർക്ക് ഭോജനം നൽകുക എന്നതാണ് ഈ വഴിപാടിൻ്റെ രീതി. തദനന്തരം നാനാജാതി മതസ്ഥർക്കായി നൽകുന്ന സർവാണി സദ്യയും ഇതിൻ്റെ ഭാഗമാണ്. വൈക്കത്തപ്പന് വഴിപാടായി പ്രാതൽ കഴിക്കുന്നതും വൈക്കത്തെ പ്രാതൽ കഴിക്കുന്നതും വളരെ ശ്രേയസ്കരമാണ്, പുണ്യദായകമായിരുന്നു. ക്ഷേത്രത്തിലെത്തിയാൽ വ്രതമനുഷ്ഠിക്കുന്നവർ ചോറും ഭോജനം ചെയ്യേണ്ടതാകുന്നുവെന്നും അങ്ങനെ ഭോജനം ചെയ്യുന്നതുകൊണ്ട് വ്രതം തെറ്റില്ല എന്നും പറയുന്നു. പിന്നെ അത് അല്ലാതെ ഒരു ആനന്ദപ്രസാദം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. പ്രാതൽ കഴിഞ്ഞാൽ ആനന്ദപ്രസാദം നൽകുക എന്നൊരു ചടങ്ങുണ്ട്. ശ്രീകോവിലിനകത്തു നിന്നും ഒരു തളികയിലോ മറ്റോ തീർത്ഥത്തിൽ ചലിക്കാത്ത പൊടിഭസ്മം എടുത്തു കൊണ്ടുവന്ന് മേൽശാന്തി പ്രാതലുള്ളവർക്കെല്ലാം നൽകുന്ന ഈ പൊടിഭസ്മം ആണ് ആനന്ദപ്രസാദം. അത് പണ്ടൊരിക്കൽ പ്രാതലിന് വിഭവങ്ങൾ പാകം ചെയ്യുമ്പോൾ ആരും അറിയാതെ ഉഗ്രവിഷമുള്ള ഒരു സർപ്പം വിഭവത്തിൽ ചാടി ചത്തു. അതിൻ്റെ തൽഫലമായി വിഷമയമായ ആ വിഭവങ്ങൾ കൂട്ടി പ്രാതൽ ഊണ് കഴിച്ചവരൊക്കെ തൽക്ഷണം ബോധരഹിതരായി. അങ്ങനെ ശ്രീകോവിലിൻ്റെ അവിടുന്ന് ഒരു ഭസ്മരുദ്രാക്ഷഭൂഷിതനായ ഒരു ബ്രാഹ്മണൻ വന്ന് പറഞ്ഞു, അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൊടിഭസ്മം എടുത്തു വന്ന് നൽകിയാൽ വിഷബാധ നീങ്ങുമെന്ന്. അങ്ങനെ അത് എടുത്തു കൊടുത്തപ്പോൾ ഇവരെല്ലാം
ഉറക്കത്തു നിന്ന് ഉണർന്ന പോലെ എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ബ്രാഹ്മണ ഭോജനം ഒക്കെ ഇപ്പം എല്ലാവർക്കും കൂടി കഴിക്കാം. നല്ല സദ്യയാണ് കേട്ടോ. അത് വളരെ രസമായിട്ടുള്ള ഇതാണ്. എന്തായാലും വൈക്കത്തപ്പനെ ഒന്ന് കാണാൻ എല്ലാവർക്കും പറ്റട്ടെ. വൈക്കത്തപ്പൻ്റെ ആ ഒരു ഇത് അനുഗ്രഹം കിട്ടട്ടെ. പിന്നെ ഇത് വേറൊരു ഐതിഹ്യം കൂടി, നാഗമ്പൊഴി മനയും തണ്ണീരാമൃതയെത്തും എന്ന് പറഞ്ഞിട്ടൊരു അത് വൈക്കം മഹാദേവക്ഷേത്രവും ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായുള്ള അഭേദ്യമായ ബന്ധമുള്ള മനയാണ് വൈക്കം ക്ഷേത്രത്തിന് സുമാർ 1 കിലോമീറ്റർ വടക്ക് മാറി വൈക്കം എറണാകുളം റോഡിന് പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ കുട്ടികളില്ലാതെ ആയപ്പോൾ എന്നിങ്ങനെ കരഞ്ഞപ്പോൾ അന്തർജനം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു അത്രേ, ഞാൻ നാളെ ഒരു അശരീരി ഉണ്ടായി, നാളെ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇല്ലത്തിൻ്റെ അവിടെ ഒരു കുട്ടി ആയിട്ട് കിടക്കാം, ആ കുട്ടിയെ എടുത്ത് വളർത്തിയാൽ മതി. അങ്ങനെ ആ കുട്ടി പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒരു കുട്ടിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ആ കുട്ടീനെ എടുത്ത് വളർത്തി വലുതാക്കി ആ കുട്ടിയെ വേളി കഴിപ്പിച്ചു. അങ്ങനെയൊക്കെ അവരുടെ കുടുംബം നിന്നു. അങ്ങനെ ആ കുട്ടിയെ പിന്നെ കുട്ടിയുടെ വേളിക്ക് ഒരു ദിവസം കുറേ കഴിഞ്ഞപ്പോൾ ഇവരെന്നും ഈ തിരുമേനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകത്ര നിലവറയിലേക്ക്. അപ്പോൾ എന്തിനാ പോകണമെന്ന് ചോദിച്ചപ്പോൾ, എന്നാൽ നീയും കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണ് പൊത്തിയിട്ട് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കണ്ണ് പൊത്തിയിട്ട് നോക്കിയപ്പോൾ നാഗ ചൈതന്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ നാഗങ്ങളെ കളിപ്പിക്കുന്നതൊക്കെയാണ് കണ്ടത്രേ. അങ്ങനെ കണ്ടപ്പോൾ ഈ നമ്മുടെ ഒരു കണ്ണ് പൊത്തി. പിന്നെ അതിന് ശേഷം വൈക്കത്ത് മാത്രം വന്ന് കാണാമെന്നുള്ള ഇതുണ്ടായിട്ട് ഇയാളെ പിന്നെ കാണാതെയായി. അപ്പോൾ ഈ അന്തർജനത്തിന് വലിയ വിഷമമായി. അപ്പോൾ അങ്ങനെ അന്തർജനം പറഞ്ഞു, ഞാനും നിലവറയിലേക്ക് പോവുകയാണെന്ന്. അങ്ങനെ നിലവറയിലേക്ക് പോയി, അതും ഇല്ലാതെ കാണാതെയായി. അപ്പോൾ എന്താ വെച്ചാൽ അവർ നാഗയക്ഷിയായിട്ട് വൈക്കത്ത് വന്നു എന്നാണ് അതിൻ്റെ ഒരു ഉദയനാപുരത്തെ. എന്തായാലും നല്ലൊരു ക്ഷേത്രമാണ്. 8 ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്ന ക്ഷേത്രമാണ്. കണ്ടവരുണ്ടാവുക. എന്തായാലും ഇത്രയൊക്കെ അറിവായില്ലേ. ഈ കാണുന്നത് അവിടുത്തെ മേൽശാന്തിയാണ്, നാരായണൻ നമ്പൂതിരി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമുക്കൊരു ദിവസം ഒരു ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പ്രേക്ഷകരിൽ എത്തിക്കാം, കൂടുതലായിട്ട് അറിവുകളുമായിട്ട്. എല്ലാവർക്കും എന്താ പറയുക, വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അയച്ചോളൂ, മറുപടി തരുന്നതാണ്. എന്തായാലും ഇങ്ങനെ ഓരോ ഇതിൻ്റെ ഇടയ്ക്ക് ഗുരുവായൂരിൽ പോരുന്ന സമയത്ത് ഓരോ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെ പറ്റിയിട്ട് എന്നെക്കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വൈക്കത്തപ്പനെ കണ്ടു തൊഴാനുള്ള ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും സിദ്ധിക്കുമാറാവട്ടെ. വൈക്കത്തപ്പൻ്റെ കടാക്ഷം. ഇനിയിപ്പോൾ അഷ്ടമിയാണ്. അഷ്ടമിയുടെ സമയത്തൊക്കെ നാട്ടിലോ ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് വൈക്കത്തപ്പനെ കാണാനുള്ള ആ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ. പിന്നെ 2025 16 കൊല്ലം കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാട് എന്താ ഭഗവതിയുടെ ഇത് എന്നൊക്കെ പറഞ്ഞു. അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശദീകരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആയാൽ 2025 മാർച്ചിലോ അങ്ങനെ എന്തോ ആണ് വരുന്നത്. ഇത് എന്താ വെച്ചാൽ ഇതിങ്ങനെ കിട്ടുന്ന അറിവുകൾ നമുക്ക് ഒരു ഉപകാരമാണല്ലോ. അപ്പോൾ എത്രയോ ഇഷ്ടം പോലെ ക്ഷേത്രങ്ങളുണ്ട് നമ്മളെ. അപ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഒഴിവ് കിട്ടുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. എല്ലാവർക്കും അതൊരു ഉപകാരമാവട്ടെ. വൈക്കത്തപ്പൻ്റെ കടാക്ഷം എല്ലാ ഭക്തർക്കും ലഭിക്കുമാറാവട്ടെ. ആ ദർശനം ഒരിക്കലെങ്കിലും വൈക്കത്തപ്പനെ ദർശിക്കാനുള്ള അനുഗ്രഹം കിട്ടട്ടെ. പറ്റുകയാണെങ്കിൽ വൈക്കത്തപ്പനെയും കടുത്തുരുത്തിയിലും ഏറ്റുമാനൂരും ഒരു ദിവസം പോയിട്ട് തൊഴാൻ ഉള്ള സൗകര്യം ഉണ്ടാക്കിയിട്ട് പോവുക. അപ്പോൾ പറഞ്ഞല്ലോ, കൈലാസ ദർശനത്തിൻ്റെ പുണ്യമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്.